വിപണിയല്ല പുസ്തകങ്ങളെ നിലനിർത്തുക എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട്. വിപണിയാണ് നിലനിർത്തുന്നതെങ്കിൽ ഇന്ന് നിലനിൽക്കേണ്ടിയിരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒരുപാടേറെ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളെയാണ് കാലം പുസ്തകങ്ങളായി അവശേഷിപ്പിക്കുന്നതെങ്കിൽ നാം ഇന്ന് പറയുന്ന പല പേരുകളും നമുക്ക് പറയാനുണ്ടാവില്ല. മലയാളത്തിൽ ഞാൻ ഏറ്റവും ആരാധിക്കുന്ന എഴുത്തുകാരിൽ ഒരാൾ ഒ.വി. വിജയനാണ്. മറ്റൊരാൾ ആനന്ദാണ്. എത്ര വിറ്റിട്ടുണ്ടാവും ആനന്ദിനെ? ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിനപ്പുറത്ത് ഒ.വി. വിജയൻ എത്ര വിൽക്കപ്പെട്ടിട്ടുണ്ടാവും മലയാളത്തിലെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. എത്ര പതിപ്പുകൾ വിറ്റിട്ടുണ്ടാവും ഗുരുസാഗരം? എത്ര വിറ്റിട്ടുണ്ടാവും പ്രവാചകൻ്റെ വഴി? എന്നതൊക്കെ പ്രശ്നമാണ്. ആനന്ദിനെ നാം എത്ര വിറ്റിട്ടുണ്ടാവും? ഇപ്പോഴും എം ടി വാസുദേവൻ നായരെക്കുറിച്ച് നാം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സക്കറിയെക്കുറിച്ച് പറയുന്ന സമയത്ത്, എൻ എസ് മാധവനെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് നാം ആ പേരുകളൊക്കെ പറഞ്ഞു പോകുന്നു? എന്തുകൊണ്ട് എം മുകുന്ദൻ, എന്തുകൊണ്ട് ടി പത്മനാഭൻ എന്നൊക്കെ, എന്തുകൊണ്ട് മാധവിക്കുട്ടി എന്നൊക്കെ നാം ആലോചിക്കുന്ന സമയത്ത് തീർച്ചയായും ക്രാഫ്റ്റിൻ്റെ ഭംഗിയോട്, ക്രാഫ്റ്റ് ഉണ്ടാക്കിയ ശക്തിയോടുള്ള നമ്മളുടെ കാമനകളൊക്കെയാണ് ഇവിടെ പുസ്തകങ്ങളെ നിലനിർത്തിയിട്ടുള്ളത്.